എപ്പിസോഡിന്റെ തുടക്കത്തിൽ മീര കേസ് കൊടുത്തതിനെ തുടർന്ന് പാർക്കിനെ മറ്റൊരു ടീമിലോട്ട് മാറ്റിയിരിക്കുകയാണ്. അതിന്റെ ഒരു ദേഷ്യത്തിലാണ് വർക്കേഴ്സും. എന്നിപ്പോ അങ്ങോട്ടേക്ക് വരുന്ന മീരെ പണ്ടത്തെ പോലെയല്ല, വളരെ പുച്ഛഭാവത്തിലാണ് ഇവരെ നോക്കുന്നത്. ഈ ഒരു ബാറ്റിൽ നമുക്ക് ഒരുമിച്ച് ഫൈറ്റ് ചെയ്യാന്ന് അവള് കിംതയോടും പറയും. കെട്ടാകുമ്പോൾ ഗ്രാൻമയുടെ ഹോസ്പിറ്റലിൽ നിന്ന് ഗ്രാൻമ ഒന്നും കഴിക്കുന്നില്ല എന്ന് പറഞ്ഞ് നേഴ്സ് കിമ്മിനെ വിളിച്ചു പറയും. മീജിയോടൊന്ന് വരാൻ പറ. അപ്പൊ ഗ്രാൻമ എന്തെങ്കിലും കഴിക്കുമെന്ന് നേഴ്സ് പറയുമ്പോൾ മീജിക്ക് വരാൻ പറ്റില്ല, ഇതെല്ലാം നിങ്ങളുടെ ഡ്യൂട്ടിയാ, അത് നിങ്ങൾ തന്നെ ചെയ്യണമെന്നും പറഞ്ഞ് കോള് കെട്ടാക്കുവാണ് കിം. ഇത് കേട്ടുകൊണ്ട് വരുന്ന ഹോങ് ആണെങ്കിലും ഇതെല്ലാം മീജിയോട് അറിയിക്കാൻ വേണ്ടി പറയുകയാണ്. അമ്മയുടെ മോള് ഞാനാ, അല്ലാതെ മീജിയല്ല, ഇതൊന്നും അവളുടെ ജോലിയല്ല എന്നാണ് ഇത് കേൾക്കുന്ന കിമ്മു പറയുന്നത്. കിമ്മിൽ വന്ന മാറ്റം കണ്ട സന്തോഷത്തിലാണ് ഹോം. കെട്ടാകുമ്പോൾ രാവിലെ വരുന്ന പത്രത്തിൽ തന്റെ പൊയട്രി ബുക്കിന്റെ ഫോട്ടോ ഉണ്ട്. അവിടെ വരുന്ന ഒരു കസ്റ്റമറിനോട് അതൊന്ന് വായിച്ച് കേൾപ്പിക്കാൻ വേണ്ടി പറയുവാണ് ലേഡി. കാരണം അവർക്കൊന്നും വായിക്കാൻ അറിയില്ല. അത് ഇവർക്കെതിരെ ലീ കൊടുത്ത ആർട്ടുകളായിരുന്നു. പ്രശസ്ത കവിയത്രി കിം റോസയുടെ തട്ടിപ്പ് പുറത്തു വന്നു. ഇപ്പൊ കിം റോസയായി ജീവിക്കുന്ന ആൾ യഥാർത്ഥ കിം റോസയുടെ ഐഡന്റിറ്റി തട്ടിയെടുത്താണ് ജീവിക്കുന്നത്. വായിച്ച് മുഴുവിപ്പിക്കുന്നതിന് മുന്നേ ലേഡി ആ പത്രം വാങ്ങി വയ്ക്കും. പതിയെ ഒരു ന്യൂസ് സ്പ്രെഡ് ആകാൻ തുടങ്ങും. സ്റ്റേഷനിലോട്ട് വരാൻ പറഞ്ഞ് പോലീസ് കോൾ ചെയ്യും. എന്ന് പേടിച്ച് അവർ ഫോൺ ഓഫാക്കി വെക്കും. ഇതേ സമയം ഇവിടെ മീജിയും ഹോസുവും മീജിക്ക് വേണ്ടി ഒരു ജോലി അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനാദ്യം ഇവൾക്ക് എന്തിനോടാണ് ഇൻട്രസ്റ്റ് എന്ന് കണ്ടുപിടിക്കണം. അങ്ങനെ അത് അന്വേഷിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇവരുടെ കണ്ണിൽ ഈ ന്യൂസ് വിടുന്നത്. ഇത് കണ്ടത് ഇവർ ലേഡിയുടെ വീട്ടിലോട്ട് ഓടി വരും. എന്നാൽ അവർ കഥ ഓർക്കുന്നില്ല. താനും ഫ്രണ്ടുമായിട്ടുള്ള ഫോട്ടോയും നോക്കി അകത്തൊറ്റിരിപ്പാണ്. ഓഫീസിലാണെങ്കിൽ മീര കൊടുത്ത കേസിന്റെ പേര് എല്ലാവരും പോലീസ് സ്റ്റേഷൻ കയറി ഇറങ്ങുവാണ്. ഇപ്പൊ അതില് കുറച്ചു പേർക്കെങ്കിലും ചെറുതായിട്ടൊരു സംശയം വരുന്നുണ്ട്. ഇത്രയും വലിയൊരു കേസ് ആക്കണമെങ്കിൽ മീരയുടെ ഭാഗത്ത് എന്തെങ്കിലും ശരി ഉണ്ടാകുമെന്ന്. എന്നാൽ അതിലൊന്നും ഇപ്പൊ മീര ഒട്ടും ബോധേഡല്ല. ഈ സമയമാണ് അവളെ കാണാൻ നാട്ടിൽ നിന്ന് സേജും വരുന്നത്. അവൻ ഇവിടെ വന്ന് 2-3 ദിവസം അവളെ ഒരുപാട് തപ്പി. എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞ് മുങ്ങിയതല്ലേ മീര, പിന്നെ അവളെ കണ്ടിട്ടില്ലല്ലോ. സോറി, പെട്ടെന്ന് കുറച്ച് കാര്യങ്ങൾ വന്നു എന്ന് പറയുന്ന മീരയോട് നമുക്ക് രണ്ടുപേർക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാകും, നമുക്ക് നാളെ മീറ്റ് ചെയ്യാന്ന് പറയും സേജ്. അങ്ങനെ അവൻ പറഞ്ഞതുപോലെ പിറ്റേന്ന് അവൾ അവനെ കാണാൻ വേണ്ടി വരും. ഇവൻ ഇവളെയും കൊണ്ട് ഒരുപാട് ഷോപ്പിൽ പോകും. ആ ഷോപ്പിലുള്ളവർക്കെല്ലാം സേജിനറിയാം. തന്റെ ബിസിനസ് പാർട്ട്ണർ ആണെന്നും പറഞ്ഞ് അവർക്ക് എല്ലാവർക്കും സേജും മീരയും പരിചയപ്പെടുത്തി കൊടുക്കും. ഇവരൊക്കെ നിനക്ക് എങ്ങനെ അറിയാമെന്ന് മീര ചോദിക്കുമ്പോൾ അവരെല്ലാം പണ്ട് തന്റെ കൂടെ വർക്ക് ചെയ്തിരുന്നവരാണ്. വർക്കിൽ നിന്ന് പോയി എല്ലാവരും ഓരോ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. അവരെല്ലാവരും തന്നെ വളരെ താഴ്ചയിൽ കയറി വന്നവരാണ്. ഉയരാൻ പറ്റുമെന്നുള്ള വിശ്വാസം മാത്രമാണ് അവരിപ്പോ ഇങ്ങനെ എത്തിച്ചത്. സോളിൽ സ്ട്രോബെറീസ് കൊടുക്കാൻ നിനക്ക് ആരുമില്ലാന്നല്ലേ പറഞ്ഞേ, അതുകൊണ്ടാ കുറച്ച് നല്ല ആളുകളെ ഞാൻ നിനക്ക് കാണിച്ചു തന്നെ. മീരയ്ക്കും ഭയങ്കര സന്തോഷമാണ്. കെട്ടാകുമ്പോൾ അമ്മ ഭക്ഷണം കഴിക്കുന്നില്ലെന്ന് പറഞ്ഞ് അമ്മയ്ക്ക് ഭക്ഷണം വാങ്ങി ഹോസ്പിറ്റലിലേക്ക് വന്നിരിക്കുവാണ് കിം. എന്നാൽ വരുമ്പോൾ കാണുന്നത് അമ്മയെ ഭക്ഷണം കഴിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഹോങ്ങിനെയാണ്. അവർക്കിപ്പോൾ കൊച്ചുകുട്ടികളുടെ സ്വഭാവമാണ്. അങ്ങനെ ഭക്ഷണം കൊടുത്താൽ അവർ കഴിക്കുമെന്നൊക്കെ ഹോങ് കിമ്മിന് പറഞ്ഞു കൊടുക്കും. എന്നാൽ ഓൾറെഡി അമ്മയ്ക്ക് കൊടുക്കാൻ കുട്ടികളുടെ ഭക്ഷണം വാങ്ങിയിട്ടായിരുന്നു കിം വന്നിട്ടുണ്ടായിരുന്നത്. എന്റെ മക്കൾക്ക് പോലും ഞാൻ ഇതൊന്നും ചെയ്തു കൊടുത്തിട്ടില്ല. അമ്മ പണ്ട് ഇങ്ങനല്ലായിരുന്നു, എന്നോട്ട് സ്നേഹിച്ചിട്ടില്ല. അച്ഛൻ പുറത്താക്കിയപ്പോൾ പോലും എന്റെ അമ്മോട്ടും കരഞ്ഞിട്ടില്ല. വേഗം നടക്കാത്തതിന്റെ പേര് എന്നെയാ ചീത്ത പറഞ്ഞ്. ഹോങ് പറയും, ആക്ച്വലി നീ ഭയങ്കര ലക്കിയാ. അധികം വൈകാതെങ്കിലും നിനക്ക് സമയം കിട്ടിയില്ലേ. നിനക്കറിയോ, എന്റെ അമ്മയുടെ അടുത്ത് എനിക്ക് ഒട്ടും സ്നേഹം കിട്ടിയിട്ടില്ല. നീ പറയാറില്ലേ എനിക്ക് അമ്മ എപ്പോഴും ഡ്രസ്സ് വാങ്ങി തരുമെന്ന്. ഞാൻ എന്റെ ചേച്ചിമാരെ പോലെ ആകാൻ വേണ്ടി അമ്മ വാങ്ങി തരുന്നത് അത്. ഒന്നിനും കൊള്ളാത്ത ഒരാളായ എന്നെ അമ്മ കണ്ടിട്ടുണ്ടായിരുന്നേ. നോക്ക്, ഞാനൊരു അമ്മയെ ആയിട്ടില്ല. എന്നാൽ ഹോസുവിനെ ഞാൻ വളർത്തിയില്ലേ. സ്നേഹത്തോടെ ഇരുന്നാൽ മാത്രമേ സ്നേഹം എന്തെന്ന് നമുക്ക് മനസ്സിലാകൂ. നിനക്ക് സമയം ഒട്ടും വൈകിട്ടില്ല. കെട്ടാകുമ്പോൾ ആ ലേഡിയുടെ കേസിന് പിറകിൽ ലീ ആണെന്ന് മനസ്സിലാക്കി ലീയെ കാണാൻ വേണ്ടി വന്നിരിക്കുവാണ് ഹോസു. ആരും ഇല്ലാത്ത ഒരാൾക്കെതിരെ നിങ്ങൾക്ക് ഇത്രയൊക്കെ ചെയ്യണമായിരുന്നോ? എന്നാൽ ലീ പറയും, നിയമത്തിന്റെ മുന്നിൽ എനിക്ക് എല്ലാവരും ഒരേപോലെയാണ്. അവർക്ക് സ്വന്തമായിട്ട് ഫാമിലി ഉണ്ടോ ഇല്ലേന്നൊന്നും ഞാൻ നോക്കാറില്ല. നീ വിചാരിക്കുന്നത് പോലെ അത് റോസിയല്ല, സാങ്കോളാണ്. അറ്റ്ലീസ്റ്റ് നിന്റെ ക്ലയന്റിന്റെ പേരെങ്കിലും അറിഞ്ഞിരിക്കണം. ഇപ്പൊ പെട്ടെന്ന് ഹോസുവിന് തന്റെ ചെവിയിൽ എന്തോ മുഴക്കം കേൾക്കുവാണ്. വല്ലാണ്ട് അസ്വസ്ഥനാവുന്ന ഹോസുവിനോട് കാര്യം ലീയും ചോദിക്കുന്നുണ്ട്. എന്നൊന്നും പറയാതെ അവൻ അവിടെ നിന്ന് പോകും. ഇവിടെ മീജി പിന്നെയും ലേഡി അന്വേഷിച്ച് വീട്ടിലോട്ട് വരും. എന്നാൽ അവർ വീട്ടിലില്ല. ഇപ്പോഴാണ് ഹോസ് വിളിച്ച് പറയുന്നത് ഹോസ്പിറ്റലിലുള്ള അവരുടെ മകനെ വേറെ ആരുടെയെങ്കിലും ഗാർഡിയൻഷിപ്പിലാക്കാൻ വഴിയുണ്ടെന്ന്. ഇത് കേൾക്കുന്നതും അവൾ അങ്ങോട്ടേക്ക് പോകും. ആ ലേഡി ഇപ്പോൾ ഉള്ളത് ഹോസ്പിറ്റലിലാണ്. കുറച്ച് മാസത്തേക്കുള്ള പൈസ മുൻകൂട്ടി അടയ്ക്കാൻ വേണ്ടി വന്നതാണ്. എന്നീ കേസ് കറിയുന്ന അവനാണെങ്കിൽ അത് വാങ്ങില്ല. നിങ്ങൾ തന്നെയാണോ അവന്റെ യഥാർത്ഥ ഗാർഡിയൻ? ഇതെല്ലാം ഞങ്ങളുടെ പോളിസിക്ക് എതിരാണെന്നെല്ലാം പറഞ്ഞ് ഒരു നിമിഷം ആ ലേഡി ആകെ പതറി പോവാണ്. എന്നീ സമയം കറക്റ്റായിട്ട് അങ്ങോട്ടേക്ക് മീജി വരും. എന്ത് പോളിസിയാണത്? അങ്ങനെ ഒരു പോളിസി ഉണ്ടെങ്കിൽ കാണട്ടെ എന്നും പറഞ്ഞ് അവരെ വഴക്കു പറയും. അവിടെ നിന്ന് ഇറങ്ങി പോകുന്ന ലേഡിയുടെ പിറകെ ചെന്ന് മീജി പറയും, എനിക്ക് നിങ്ങളെ വിശ്വാസമാണ്, ഇതിൽ ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാന്ന്. ഇതേ സമയം സേജിന്റെ കൂടെ അവന്റെ ഓഫീസ് കാണാൻ വേണ്ടി വന്നിരിക്കുവാണ് മീര. എന്താണെന്നൊന്നും പറയാതെ പോയെന്ന് മീരയോട് ചോദിക്കുമ്പോൾ അതിന് പറഞ്ഞിട്ട് കാര്യമില്ല, താൻ എപ്പോഴും പോവല്ലേ. അതിനത് ഞാൻ ഇതുവരെ ഡിസൈഡ് ചെയ്തിട്ടില്ലല്ലോ. എന്നാ പോണോന്ന് തന്നെ എന്റെ ആഗ്രഹം. അത് തന്നെ നല്ലത്. ആ ഗ്രാമത്തിൽ കഴിഞ്ഞു വിടേണ്ട ആളല്ല താൻ. ഇവിടുത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞാൽ നിനക്ക് എന്റെ കൂടെ വന്ന് വർക്ക് ചെയ്യണോ? അതിന് താൻ സ്റ്റേറ്റ്സിലോട്ട് പോവല്ലേ? അതെ, എന്റെ കൂടെ സ്റ്റേറ്റ്സി. ഇതേ സമയം ഹോസുവിനോടും മീജിയോടും ആയിട്ട് തന്റെ കഥ പറയുന്ന ലേഡി. സാങ്കോൾ എന്നാണ് ഈ ലേഡിയുടെ പേര്. പുള്ളിക്കാരി ഒരു ഓർഫണാണ്. റോസ എന്ന് പറയുന്നത് സാങ്കോളിന്റെ ഫ്രണ്ടായിരുന്നു, ഒരു ജീനിയസ്. സാങ്കോളിനാണെങ്കിൽ വായിക്കാനോ എഴുതാനോ അറിയില്ല. പണ്ട് മറ്റുള്ളവരിൽ നിന്നെല്ലാം ഈ സാങ്കോളിനെ രക്ഷിച്ചിരുന്നത് റോസയായിരുന്നു. ഒരിക്കൽ ബൈ മിസ്റ്റേക്കിൽ ഈ ഒരു ഫ്ലാഷ് ബാക്ക് ലേഡി ഓർക്കുന്ന സമയത്ത് അത് ആ ലേഡിയുടെ അമ്മയാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ശരിക്കും സാങ്കോളും ഫ്രണ്ട് റോസിയുമായിരുന്നു. എന്തിനേതിനും ഇവർ രണ്ടുപേരും ഒപ്പമായിരുന്നു. ഇവർക്കിടയിൽ നല്ലൊരു ബോണ്ടിങ് ഉണ്ടായിരുന്നു. ഫ്രണ്ട്സിന് ഉപരി സാങ്കോൾ റോസയെ സ്നേഹിച്ചിട്ടുണ്ടായിരുന്നു. കാലങ്ങൾക്ക് ശേഷം അവർ ഓർഫണേജിൽ നിന്ന് മാറി സ്വന്തമായിട്ടൊരു വീടെടുത്ത് താമസിച്ചു തുടങ്ങി. വളരെ ഹാപ്പി ആയിരുന്നു അവർ ആ ദിവസങ്ങളെല്ലാം. അവർ രണ്ടുപേരും മാത്രമായിട്ട് ഒരു ഫാമിലി. പതിയെ റോസ അറിയപ്പെടുന്നൊരു പോയറ്റായി മാറി. അവളുടെ ഫ്രണ്ട്സിൽ ഒരാൾക്ക് റോസയോട് ഇഷ്ടം തുടങ്ങി. അതെന്തോ സാങ്കോളിന് ഭയങ്കര വിഷമമായിരുന്നു. പിന്നീട് അവൾ അവിടെ നിന്നില്ല. റോസയോട് പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങി പോയി മറ്റൊരു സ്ഥലത്ത് ഒരു റെസ്റ്റോറന്റിൽ വർക്കിന് കയറി.
എങ്കിലും റോസയെ കാണാണ്ടിരിക്കുന്നത് സാങ്വോളിന് ബുദ്ധിമുട്ടായിരുന്നു. ഒരിക്കൽ വിളിച്ചു നോക്കി പറയാൻ കഴിഞ്ഞത് റോസ മാരേജിന് ശേഷം വീട് മാറിയെന്നാണ്. അങ്ങനെ കാലങ്ങൾക്ക് ശേഷം ഒരു വർക്കിന് വേണ്ടി മറ്റൊരു ഗ്രാമത്തിലേക്ക് പോകുന്ന സാങ്വോൾ അവിടെ വെച്ച് റോസയെ കാണുന്നു. റോസയുടെ കൂടെ റോസയുടെ മകനും ഉണ്ടായിരുന്നു. എന്നാൽ അന്ന് സാങ്വോൾ കണ്ട റോസ എന്ന് പറയുന്നത് പണ്ടത്തെ ആ ചീർഫുൾ യങ് വുമൺ ആയിരുന്നില്ല. പതി സാങ്വോൾ അത് മനസ്സിലാക്കി ഇവൾ അബ്യൂസിംഗ് നേരിടുന്ന ഒരു വിക്ടിമാണെന്ന്. സ്വന്തം ഹസ്ബൻഡിൽ നിന്നും ഈവൻ പ്രഗ്നന്റ് ആയ സമയത്ത് പോലും. അക്കാലത്ത് കേസും കോടതിയെല്ലാം കൂടുതലും ആണുങ്ങളുടെ ഭാഗത്തായിരുന്നു. റോസ കേസ് കൊടുത്തിരുന്നെങ്കിലും ഒത്തുതീർപ്പാക്കി അയാളുടെ കൂടെ പോലീസ് വിടുമായിരുന്നു. കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി അവളെയും കൊച്ചിനെയും കൊണ്ട് സാങ്വോൾ അവിടെ നിന്നും പോകും. സാങ്വോൾ ജോലി കഴിഞ്ഞ് വരുമ്പോൾ മോനെയും കൊണ്ട് റോസയെ വെയിറ്റ് ചെയ്തിരിക്കും. അങ്ങനെ കാര്യങ്ങളെല്ലാം അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്ത് റോസയുടെ ഹസ്ബൻഡ് എങ്ങനെയോ സ്ഥലം മനസ്സിലാക്കി ഒരിക്കൽ വീട്ടിലോട്ട് വരും. റോസയെ അയാൾ തല്ലിച്ചതയ്ക്കുന്നത് കണ്ടാണ് സാങ്വോൾ കയറി വരുന്നത്. രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ അയാൾ അവളെ ഉപദ്രവിക്കും. സഹി കിട്ടൊരു അയൺ മെഷീൻ കൊണ്ട് റോസ അയാളുടെ തലക്കടിക്കും. അയാൾ മരിച്ചെന്ന് കാണുന്ന സാങ്വോൾ അതേ അയൺ മെഷീൻ കൊണ്ട് വീണ്ടും അയാളുടെ തലക്കടിക്കുവാണ്. ശേഷം റോസയോട് പറയും, ഇത് ചെയ്തത് ഞാനാണ്. നീ ജയിലിൽ പോയാൽ മോനെ ആര് നോക്കും? നീ മോനെ വളർത്തണം, ഇത് ഞാൻ നോക്കിക്കോളാം. അങ്ങനെ സാങ്വോൾ ജയിലിലായ സമയത്ത് റോസ ഒരുപാട് അനുഭവിച്ചു. സ്വന്തം ഭർത്താവിനെ കൊന്ന ആളുടെ കൂടെ നിന്നതിന്. അസുഖം ബാധിച്ച ഒരു കൊച്ചിനെയും കൊണ്ട് അവൾ ഒരുപാട് കഷ്ടപ്പെട്ടു. റിമാൻഡ് കഴിഞ്ഞിറങ്ങുന്ന സാങ്വോളിന് ഒരു ജോലി കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ക്രിമിനൽ റെക്കോർഡ് കാരണം. ഒരിക്കൽ റോസ് അവളോട് പറയും, നമുക്ക് സോളിലോട്ട് പോയാലോ, അവിടെ ആകുമ്പോൾ നമ്മളെ ആരെയും അറിയില്ലല്ലോ. അങ്ങനെ അവിടെ നിന്നാണ് റോസയുടെ പേരിൽ സാങ്വോൾ ജോലി അന്വേഷിച്ചു തുടങ്ങിയത്. അങ്ങനെ പതിയെ കുറച്ച് സേവിങ്സ് ഒക്കെ അവർക്ക് ഉണ്ടായി തുടങ്ങി. കുറഞ്ഞ പൈസയ്ക്ക് അവരൊരു വീട് വാങ്ങി. അതൊരു റെസ്റ്റോറന്റ് ആക്കാൻ അവർ തീരുമാനിച്ചു. അതിന് റോസ എന്ന് പേര് വെക്കാമെന്ന് സാങ്വോൾ പറഞ്ഞു. എന്നാലും വീണ്ടും പ്രശ്നങ്ങൾ വന്നു. റോസയ്ക്ക് ക്യാൻസർ വന്നു. താൻ മരിക്കാൻ പോകുകയാണെന്ന് അറിഞ്ഞ് തന്റെ ഡെത്ത് റിപ്പോർട്ട് സാങ്വോൾ എന്ന പേരിലേക്ക് റോസ മാറ്റും. കാരണം താൻ മരിച്ചാലും സാങ്വോൾ എന്ന പേരിൽ അവർക്ക് ജീവിക്കാൻ പറ്റില്ലെന്നറിയാം. അതുകൊണ്ട് തന്റെ പേരിൽ ഇനി തൊട്ട് നീ ജീവിക്കണം, എന്റെ മോനെ നീ നോക്കണം, അല്ലെങ്കിൽ അവന്റെ അച്ഛന്റെ ബന്ധുക്കൾ അവനെ കൊണ്ടുപോകും. എനിക്ക് നീ അല്ലാതെ സ്വന്തമെന്ന് പറയാൻ വേറെ ആരുമില്ല. അതുകൊണ്ട് ദയവേത് ഇനി തൊട്ട് നീ ഞാനായിട്ട് ജീവിക്കണം. റോസ മരിച്ച കാലങ്ങൾക്കിപ്പുറവും ആ ഒരു വാക്ക് പാലിച്ചു തന്നെയാണ് സാങ്വോൾ ജീവിക്കുന്നത്. റോസയുടെ മോനെയും നോക്കി. പോകുന്നതിന് മുന്നേ ഹോസൂന ലേഡി എന്തെങ്കിലും തരത്തിൽ ഹെൽപ്ഫുൾ ആവുമെന്ന് അറിയാൻ വേണ്ടി കുറച്ച് ഡോക്യുമെന്റ്സ് കൂടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. വീട്ടിൽ ചെന്നത് നോക്കുന്ന ഹോസു ആ ഡോക്യുമെന്റ്സിന്റെ ഇടയിൽ ഒരു ലെറ്റർ കാണും. അത് റോസ സാങ്വോളിന് വേണ്ടി എഴുതിയതായിരുന്നു. ഈ കത്തിപ്പ് ആരെങ്കിലും വായിക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം സാങ്വോൾ അത്രയ്ക്ക് വിശ്വസിക്കുന്ന ആരെയോ അവൾ കണ്ടെത്തിയെന്നർത്ഥം. നിങ്ങൾ നല്ല മനസ്സിനുടമയായിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. സാങ്വോൾ അവളുടെ ജീവിതകാലം മൊത്തം ജീവിച്ചത് എനിക്ക് വേണ്ടിയാണ്. അതുകൊണ്ട് തന്നെ എന്റെ പേരിന് ഏറ്റവും കൂടുതൽ അർഹയും അവളാണ്. എന്റെ പേരിലുള്ള ഒരു തരി മണ്ണുപോലും അവളുടെയാണ്. ആ ലെറ്ററിന്റെ കൂടെ തന്നെ താൻ തന്റെ പേരടക്കം എല്ലാം സാങ്വോളിന്റെ പേരിൽ എഴുതി വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞൊരു ഡോക്യുമെന്റ് കൂടെയുണ്ട്. ഇത് കണ്ടതും ഓടിച്ചെന്ന് ഹോസു ലേഡിയോട് കാര്യങ്ങളെല്ലാം പറയും. മീജി ആണെങ്കിൽ പണ്ട് പോയ റോസയുടെ പേരിലുണ്ടായിരുന്ന സ്കോളർഷിപ്പ് കിട്ടിയ ആളുകളുടെ അടുത്ത് പോയി അവരുടെ അടുത്ത് നിന്നും പെറ്റീഷൻ എഴുതി വാങ്ങിക്കും. കേസിന് കയറുന്നതിന് മുന്നേ ഹോസുന് അത് അവളെ കൊണ്ടുചെന്ന് കൊടുക്കും. അങ്ങനെ കേസ് ജയിച്ചു. ഏതാണ്ട് ഇപ്പൊ ലേഡിയുടെ ഭാഗത്താണ് കേസ്. ഇതറിഞ്ഞ് ഭയങ്കര സന്തോഷത്തിലാണ് മൂന്നാളും. ലേഡിക്ക് ഇപ്പൊ പണ്ടത്തെ ഒരു കാര്യം ഓർമ്മ വരും. നീ പോയ ആരാ, എനിക്ക് നീ മാത്രമല്ലേ ഉള്ളൂ എന്ന് റോസയോട് ലേഡി പറഞ്ഞ ദിവസം നീയും ആരെയെങ്കിലും കണ്ടെത്തും, നിനക്ക് അറിഞ്ഞ് വിശ്വസിക്കാൻ പറ്റുന്നവരെ. സമയം എടുക്കുമെങ്കിലും അവര് നിന്റെ അടുത്തേക്ക് വരുമെന്ന് റോസ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഹോസുവിനെയും മീജിയെ ഇപ്പൊ കാണുമ്പോൾ റോസ പറഞ്ഞതിന്റെ അർത്ഥം സാങ്വോളിന് മനസ്സിലാകുന്നു. എന്തായാലും ഹോസുവും മീജിയും ഇത് ആഘോഷിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അതിനുവേണ്ടി കേക്കും വാങ്ങി വരുന്ന ഹോസുവിന് ഇപ്പൊ ഒരു കോള് വരും. എന്നാൽ കോൾ അറ്റൻഡ് ചെയ്യുന്നവന് ഒന്നും കേൾക്കുന്നില്ല. അങ്ങോട്ട് വരുന്ന മീജി സംസാരിക്കുന്നതും അവന് കേൾക്കുന്നില്ല. ഞാൻ ഈ കോൾ എടുത്തിട്ട് വരാമെന്നും പറഞ്ഞ് അവൻ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് മാറും. മീജിയുടെ ബർത്ത്ഡേ ആണ് വരാൻ പോകുന്നത്. അപ്പൊ അവൾക്ക് സർപ്രൈസ് ആയി കൊടുക്കാൻ വേണ്ടി ഒരു റിംഗ് എല്ലാം വാങ്ങിയിട്ടായിരുന്നു അന്ന് ഹോസ് വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ വളരെ ഹാപ്പി ആയിട്ടിരിക്കുന്ന സമയത്താണ് പ്രതീക്ഷിക്കാതെ അവന്റെ കേൾവി നഷ്ടപ്പെടുന്നത്. ആകെ പേടിച്ചു പോകുന്ന ഹോസു മീജിയോട് കള്ളം പറഞ്ഞ് ഹോസ്പിറ്റലിലേക്ക് വരും. ഹോസുവിനെ ട്രീറ്റ് ചെയ്ത് നോക്കുന്ന ഡോക്ടർ പറയും, ഇനി ആ ഒരു ചെവിയുടെ കേൾവി തിരിച്ചു കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, ഇപ്പൊ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ കഴിയില്ലാന്ന്. ഹോസുവിന്റെ പ്രതീക്ഷയെല്ലാം ആ ഒരു നിമിഷം നഷ്ടപ്പെടും. അന്ന് വൈകിട്ട് ഹോസുവിന്റെ വീട്ടിലോട്ട് വരുന്ന മീജി പാസ്വേഡ് അടിച്ചു നോക്കുമ്പോൾ അത് ഇൻകറക്റ്റ് ആയിരുന്നു. പെട്ടെന്ന് ഹോസു ആണ് പാസ്വേഡ് മാറ്റിയത്. ഡോർ തുറന്നു വരുന്ന ഹോസു മീജി അകത്തേക്ക് കയറ്റാതെ, ഞാൻ കുറച്ച് ടയേർഡാണ്, എനിക്ക് കുറച്ച് ഒറ്റയ്ക്ക് ഇരിക്കണമെന്നും പറഞ്ഞ് അവളെ പറഞ്ഞു വിടും. പെട്ടെന്ന് എന്തുകൊണ്ടാണ് ഇവനിങ്ങനെ പെരുമാറുന്നതെന്ന് അറിയില്ലെങ്കിലും കുഴപ്പമില്ല, നീ റെസ്റ്റ് എടുത്തോളം പറഞ്ഞ് മീജി അവിടെ നിന്ന് പോകും. കട്ടാകുമ്പോൾ ഇവിടെ ഓഫീസിലേക്ക് പെട്ടെന്ന് കുറച്ച് ഇൻവെസ്റ്റിഗേഷൻ ടീംസ് വരും. ഗ്യോങ്മിനെതിരെ കംപ്ലൈന്റ് ഇട്ടിട്ട് അന്വേഷിക്കാൻ വേണ്ടിയിട്ടാണ് അവർ വന്നിട്ടുള്ളത്. ഇല്ലീഗലായി ഗ്യോങ്മിൻ ചെയ്തുകൊണ്ടിരുന്ന ബിസിനസ് ഒക്കെ ആരും ഒറ്റ കൊടുത്തിരിക്കുന്നു. പാക് തെയും ഇതെല്ലാം കണ്ട് അന്തം വിട്ട് നിൽക്കുവാണ്. കാര്യങ്ങളെല്ലാം കൈവിട്ടു പോകുന്നു എന്ന് മനസ്സിലാക്കി ചോയി എല്ലാം തലയ്ക്ക് തീ പിടിച്ച പോലെയാണ് നടക്കുന്നത്. ഇതിനെല്ലാം പിറകിലും മീര തന്നെയാണ്. തനിക്ക് പരിചയമുള്ള ഒരു റിപ്പോർട്ടറെ അവൾക്ക് പരിചയപ്പെടുത്തി കൊടുത്ത് ഇതിനെല്ലാം പിറകിൽ അവൾക്ക് സപ്പോർട്ടായി നിന്നത് സേജിനാണ്. എന്നാൽ പക്ഷേ ഇനിയും ഇവിടെ കണ്ടിന്യൂ ചെയ്യണമെന്ന് മീരയ്ക്കില്ല. അവളെല്ലാം ഉപേക്ഷിച്ച് ഈ കമ്പനിയിൽ നിന്ന് പോകാൻ തീരുമാനിച്ചു നിൽക്കുവാണ്. എല്ലാം ഓക്കെ ആയല്ലോ, നിന്റെ നിരപരാധിത്വം എല്ലാവരും തിരിച്ചറിയും, പിന്നെ നീ എന്തിനാ ഇവിടെ നിന്ന് പോകുന്നതെന്ന് പാക്തി ചോദിക്കുമ്പോൾ എനിക്ക് എന്റെ നിരപരാധിത്വം ആളുകൾ അറിയണമെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇനി ഇവിടെ കണ്ടിന്യൂ ചെയ്യാൻ എനിക്കൊട്ടും താല്പര്യമില്ല എന്നുള്ള കാര്യം മീര പറയും. ഇതേ സമയം ലീയെ കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ് ഹോസു. ഞാൻ നിങ്ങളോടൊരു ഹെൽപ്പ് ചോദിക്കാൻ വേണ്ടി വന്നതാണെന്ന് ഹോസു പറയുമ്പോൾ നമ്മൾ അതിന് നല്ല ടേംസിലല്ലല്ലോ, നിനക്കെന്നെ കാണുന്നത് പോലും ഇഷ്ടമല്ല, എന്നിട്ടും എന്റെ എന്ത് ഹെൽപ്പാണ് നിനക്ക് വേണ്ടതെന്ന് ചോദിക്കില്ലേ. എന്റെ ഫ്രണ്ട് മീരയുടെ കേസ് നിങ്ങൾ ഏറ്റെടുക്കണം. അവളിപ്പോൾ ധൈര്യപൂർവ്വം വീണ്ടും ആ സെക്ഷൽ ഹറാസ്മെന്റ് കേസ് കൊടുത്തിരിക്കുക. ഇതെല്ലാം ഉണ്ടാക്കി വെച്ചത് നിങ്ങളായതുകൊണ്ട് തന്നെ ഇത് ഫിക്സ് ചെയ്യേണ്ടത് നിങ്ങളാണ്. എനിക്കറിയാം വിക്ടിമിന്റെ കൂടെ മാത്രമേ നിങ്ങൾ നിൽക്കൂ. നിങ്ങളെപ്പോലെ ഒരാൾ തന്നെ വേണം ഈ കേസ് ഏറ്റെടുക്കാൻ. അല്ല, ഇതിപ്പോൾ ഞാൻ ഏറ്റെടുക്കുമെന്ന് എന്തുകൊണ്ടാണ് നിനക്ക് തോന്നാൻ കാരണം നിങ്ങൾക്ക് എന്നെ ഇഷ്ടമാണ്.
നിങ്ങൾ മറ്റൊന്നിനും വേണ്ടി ടൈം വേസ്റ്റ് ചെയ്യാത്ത ഒരാളാണെന്ന് എനിക്കറിയാം. എന്നിട്ടും റോസ റെസ്റ്റോറന്റ് കേസ് നിങ്ങൾ ഏറ്റെടുത്തു. അത് ഞാൻ കാരണമല്ലേ? ലീ ഒന്നും പറയാതെ ആ പേപ്പറും എടുത്തു പോകും. ശേഷം അവിടെ നിന്ന് ഹോസ് നേരെ ആ ലേഡിയുടെ അടുത്തേക്ക് വരും. കേസിന്റെ കാര്യങ്ങളും മറ്റു ഡീറ്റെയിൽസും എല്ലാം പറഞ്ഞു കൊടുക്കും. ചിലപ്പോൾ കുറച്ച് ദിവസം ഇനി എനിക്ക് നിങ്ങളെ കാണാൻ കഴിയില്ല, അതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ മുൻകൂട്ടി പറഞ്ഞു തരുന്നതെന്ന് ഹോസു പറയുമ്പോൾ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുവാണ് ലേഡി. ഇവർ ചോദിക്കുന്നത് കേൾക്കുമ്പോൾ കാര്യം മറച്ചു വെക്കാനായിട്ട് ഹോസുനും തോന്നില്ല. അവനുള്ള കാര്യം തുറന്നു പറയും. എനിക്ക് കേൾവിക്ക് കുറച്ച് പ്രശ്നമുണ്ട്. എന്നിട്ട് നീ ഇത് മീജോട് പറഞ്ഞോ? ഇല്ല, അവളോട് എങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല. നിങ്ങൾ ഇതൊന്നും മീജോട് പറയരുത്. നോക്കൂ ഹോസു, നിന്റെ പ്രശ്നം കാരണം മീജോ ഒരിക്കലും നിന്നെ ഉപേക്ഷിച്ച് പോവില്ല. എനിക്കറിയാം, പക്ഷേ അത് തന്നെയാ പ്രശ്നം. എന്റെ കൂടെ അവൾ ഒരുപാട് ബുദ്ധിമുട്ടും. അവൾ ഇപ്പോൾ ഒന്ന് നന്നായിട്ട് ജീവിച്ചു തുടങ്ങിയതേ ഉള്ളൂ. അതിനിടയിൽ ഞാനൊരു തടസ്സമാവാൻ പാടില്ല. അന്ന് രാത്രി മീജിയുടെ അടുത്തേക്ക് വരുന്ന ഹോസുനെയും കൂട്ടിക്കൊണ്ട് അവൾ ചില സ്ഥലങ്ങൾ കാണാൻ പോകും. അപ്പോഴെല്ലാം തന്നെ അവൾ പറയുന്ന ചില കാര്യങ്ങൾ പോലും അവന് കേൾക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. എല്ലാം കഴിഞ്ഞ് മടങ്ങുന്ന സമയം നോൺ സ്റ്റോപ്പായി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന മീജിയോട് അവൻ പറയും, നമുക്ക് ബ്രേക്കപ്പ് ആവാം. നമ്മള് ഭയങ്കര ഡിഫറൻറ്റാ. എന്നാ അത് കള്ളമാണെന്ന് മീജിക്ക് അപ്പോഴേ മനസ്സിലാകും. എന്താണ് ശരിക്കുള്ള പ്രശ്നമെന്ന് ചോദിക്കുന്ന മീജിയോട് അവൻ കാര്യം തുറന്നു പറയും. എന്റെ ഒരു ചെവിയുടെ കേൾവി പൂർണ്ണമായിട്ട് നഷ്ടപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു. അതിന് പഴയതുപോലെ ആവുമെന്ന് തോന്നുന്നില്ല. എനിക്ക് നിനക്കൊരു ബുദ്ധിമുട്ടാക്കാൻ ആഗ്രഹമില്ല. എന്നാൽ അതൊന്നും കേൾക്കാതെ അതൊന്നും എനിക്ക് പ്രശ്നമല്ല, എല്ലാം എനിക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. വേണമെങ്കിൽ നിനക്ക് വേണ്ടി ഞാൻ സൈൻ ലാംഗ്വേജ് വരെ പഠിക്കാമെന്ന് പറയണം അവള്. എന്നാൽ ഹോസ് പറയും, ഇപ്പൊ ഞാൻ പറയുന്നത് ആരെക്കാൾ കൂടുതൽ നിനക്ക് മനസ്സിലാകും. കാരണം ഇങ്ങനൊരു സിറ്റുവേഷൻ നിനക്കും ഉണ്ടായിട്ടുണ്ട്. മീജിക്ക് അവൾക്ക് കാലിന് പരിക്ക് പറ്റിയ ദിവസങ്ങൾ ഓർമ്മ വരും. അന്ന് ആരും തന്നെ സഹതാപത്തോടെ നോക്കുന്നത് പോലും അവൾക്ക് ഇഷ്ടമല്ലായിരുന്നു. ഹോസുവിനേക്കാളും വളരെ മോശമായിട്ടാണ് അന്ന് അവൾ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ മറത്ത് ഹോസുവിനോട് എന്തെങ്കിലും പറയാനോ അവനെ പിടിച്ചു നിർത്താനോ അവൾക്ക് കഴിയുന്നില്ല. ഇതെല്ലാം വീട്ടിൽ വരുമ്പോൾ മീരയോടും പറഞ്ഞ് അവൾ കരയും. എനിക്ക് അവനെ പറഞ്ഞ് സമാധാനിപ്പിക്കാനോ പിടിച്ചു നിർത്താനോ പോലും കഴിഞ്ഞില്ല എന്നും പറഞ്ഞു. രാവിലെ മീര പോയി കഴിയുമ്പോൾ ഒറ്റയ്ക്കായി പോകുന്ന മീജിയുടെ അടുത്തേക്ക് ഇപ്പോൾ പെട്ടെന്ന് അവളെ കാണാനായിട്ട് നാട്ടിൽ നിന്ന് സോങ്യോങ് വരികയാണ്. അവൻ അവളെയും കൂട്ടിക്കൊണ്ടൊരു ലിമിറ്റഡ് എഡിഷൻ ഷൂസ് വാങ്ങാൻ വേണ്ടി പോകും. വിലക്കുറവിൽ കിട്ടുന്നത് കൊണ്ട് തന്നെ വമ്പൻ ക്യൂ ആണ് അവിടെ. മീജിക്കാണെങ്കിൽ നല്ല പറ്റിയ മൂഡുമാണല്ലോ. 3 പേരാണെങ്കിൽ ചിലപ്പോൾ ഒന്നുകൂടെ ഡിസ്കൗണ്ട് കിട്ടും. നമുക്ക് ഹോസുവിനെ കൂടെ വിളിച്ചു നോക്കാമെന്നും പറഞ്ഞ് ഇവൻ ഹോസുവിനെ വിളിക്കാൻ പോകുമ്പോൾ ഇവളാണെങ്കിൽ വേണ്ടാന്നും പറഞ്ഞ് ദേഷ്യപ്പെടുവാണ്. അങ്ങനെ കാര്യങ്ങളൊക്കെ ഇവൻ ചോദിച്ചും പറഞ്ഞു വരുമ്പോൾ സംഭവങ്ങളൊക്കെ മീജി തുറന്നു പറയും. ഇപ്പൊ ഇവനും അറിയില്ല എന്താണ് ഈ സിറ്റുവേഷനിൽ ചെയ്യേണ്ടതെന്ന്. കെട്ടാകുമ്പോൾ ഇവിടെ മീര ഒഫീഷ്യലി റിസൈൻ ചെയ്ത് അവളുടെ ഓഫീസിൽ നിന്ന് ഇറങ്ങുവാണ്. എന്നാൽ ഇപ്പോഴും കോവർക്കേഴ്സിന് അവളോടുള്ള ദേഷ്യം മാറിയിട്ടില്ല. ഇപ്പോഴെങ്കിലും അവൾക്ക് ഇറങ്ങിപ്പോകാൻ മനസ്സ് തോന്നിയല്ലോ എന്നും പറഞ്ഞാണ് അവർ നിൽക്കുന്നത്. അവിടെ അവളുടെ ഡെസ്കിലായിട്ട് കിംതയ്ക്ക് വേണ്ടി ഒരു കാര്യം അവൾ വെച്ചിട്ടുണ്ടായിരുന്നു. അതില് ഇത് നീ സോയോണ്ട് കൊടുക്കണമെന്നും പറഞ്ഞ് ഒരു ലെറ്ററും. പോകുന്ന വഴി അവൾ ചോയെ കാണും. എല്ലാം ഒപ്പിച്ചു വെച്ചിട്ട് നീ പോവാണല്ലേ, ഇനി ഈ ഇൻഡസ്ട്രിയിൽ നിനക്ക് കാല് കുത്താൻ പോലും പറ്റില്ല. എവിടെയെങ്കിലും പോയി നീ ഒന്ന് ജോലി ചെയ്യുന്നത് എനിക്ക് കാണുമെന്നൊക്കെ പറഞ്ഞ് അയാൾ ഇവളെ ഭീഷണിപ്പെടുത്തുമ്പോൾ എന്തായാലും ഇൻവെസ്റ്റിഗേഷൻ നല്ല രീതിയിൽ പോകാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാമെന്നും പറഞ്ഞ് അയാളെയും പുച്ഛിച്ചുകൊണ്ടാണ് അവൾ അവിടെ നിന്ന് ഇറങ്ങി പോകുന്നത്. ഈ സമയം അവിടെ അവളുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു എംപ്ലോയി ഇവളുടെ അടുത്തേക്ക് ഓടി വരും. അവൾ മറന്നു വെച്ചൊരു പുസ്തകം അവൾക്ക് തിരിച്ചു കൊടുത്ത്, എന്നോട് ക്ഷമിക്ക്, എല്ലാം നടന്നിട്ടും ഒന്നും അറിയാത്തതുപോലെ ഞാൻ പിറകിലിരുന്നു. പക്ഷേ ഇന്നത്തെ മീറ്റിംഗിൽ ഞാൻ എല്ലാം തുറന്നു പറയും. അവൾക്ക് പണ്ടത്തെ അവളെ തന്നെയാണ് ഇപ്പോൾ ഓർമ്മ വരുന്നത്. ഇതേ സമയം മിസ്സസ് കിമ്മിന് അമ്മയുടെ ഹോസ്പിറ്റലിൽ നിന്ന് കോൾ വരും. പെട്ടെന്ന് പേടിച്ച് വരച്ച് ഹോസ്പിറ്റലിൽ പോയി നോക്കുമ്പോൾ ഗ്രാൻഡ്മയുടെ കണ്ടീഷൻ കുറച്ച് മോശമാണ്. ഭക്ഷണം ഒന്നും നേരെ ചൊവ്വെ കഴിക്കാത്തത് കൊണ്ട് തന്നെ ഇങ്ങനെ പിച്ചും വേയും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അവളെ അടിക്കല്ലേ, നിങ്ങൾ വേണമെങ്കിൽ എന്നെ അടിച്ചോ, നമ്മുടെ മോളെ ഉപദ്രവിക്കല്ലേ എന്നും പറഞ്ഞൊരു പില്ലോയും കെട്ടിപ്പിടിച്ചിരിക്കുകയാണ് ഗ്രാൻഡ്മ. മിസ്സസ് കിമ്മ് വന്ന് കുറച്ച് കഴിഞ്ഞാണ് ഗ്രാൻഡ്മ ഒന്ന് ശാന്തമാകുന്നത്. ഇപ്പൊ പഴയതുപോലെ തന്നെ എല്ലാവരും തിരിച്ചറിയാനായിട്ട് ഗ്രാൻഡ്മയ്ക്ക് കഴിയുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് എന്നെ ഓർമ്മയില്ലെന്നും ചോദിച്ച് കിം അത് ഉറപ്പാക്കുന്നുമുണ്ട്. അച്ഛൻ പണ്ട് എന്നെ അടിക്കുമായിരുന്നു, അതുകൊണ്ടാണോ അമ്മ അച്ഛനെ ഉപേക്ഷിച്ചു പോന്നെ? പിന്നെന്തിനാ ഒരു പെൺകുട്ടി ജനിച്ചതിന്റെ പേരിൽ അച്ഛൻ അമ്മയോട് മോശമായിട്ട് പെരുമാറിയത് കൊണ്ടാണ് ആ വീട് വിട്ട് ഇറങ്ങിയതെന്ന് എന്നോട് കള്ളം പറഞ്ഞ്. ഗ്രാൻഡ്മ അറിയും എനിക്ക് പേടിയായിരുന്നു നീ ആ വീട്ടിലോട്ട് തിരിച്ചു പോകുമെന്ന്. അതുകൊണ്ടാണോ എന്നോട് എപ്പോഴും ഭയങ്കര ദേഷ്യം കാണിച്ചേ? ഞാൻ കാരണമാണ് അമ്മയെ വീട്ടിൽ നിന്ന് പുറത്താക്കിയെന്നോർത്ത് ഞാൻ എന്നെ തന്നെ എന്തോരം ശപിച്ചു എന്നറിയോ? എനിക്ക് പേടിയായിരുന്നു നീ എന്നെപ്പോലെ ആകുമെന്നോർത്ത്. സ്വന്തം കാലിൽ നിന്ന് നീ നല്ലപോലെ ജീവിക്കണമെന്നായിരുന്നു എനിക്ക് എങ്ങനെ അങ്ങനെ ജീവിക്കാൻ കഴിയും? ഇത്രയും കാലം അമ്മയുടെ ജീവിതം നശിപ്പിച്ചു എന്നോർത്താണ് ഞാൻ ജീവിച്ചേ. അതെല്ലാം എന്റെ നല്ലതിന് വേണ്ടിയായിരുന്നെങ്കിൽ അതെന്നോട് പറഞ്ഞാൽ പോരായിരുന്നു. ഇപ്പൊ നോക്ക് എന്തോരം വൈകി. ഇതും പറഞ്ഞ് പൊട്ടിക്കരയുന്ന കിമ്മിനെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കുകയാണ് ഗ്രാൻഡ്മ. കെട്ടാകുമ്പോൾ ഹോങ്ങിനൊരു കോൾ വരാണ്. വിളിക്കുന്നത് ഹോസുവിന്റെ ഡോക്ടറായിരുന്നു. അവനെ വിളിച്ചിട്ട് കിട്ടാത്തത് കൊണ്ടാണ് ഹോങ്ങിന്റെ ഫോണിലോട്ട് വിളിച്ചത്. ഡോക്ടറുടെ അടുത്ത് നിന്നും ഹോങ് കാര്യങ്ങളെല്ലാം അറിയും. രാവിലെ തന്റെ ഡോർ ആരോ തകർക്കുന്ന ഒച്ച കേട്ട് ഹോസ് പുറത്തു വന്ന് നോക്കുമ്പോൾ പോലീസുകാർ ഡോർ കുത്തി തുറക്കുന്നതാണ് അവൻ കാണുന്നത്. ഇവന്റെ ഒരു വിവരവും ഇല്ലാത്തതുകൊണ്ട് ഹോങ് പോലീസുകാരെയും കൊണ്ടുവന്നതാണ്. അവരെത്ര വിളിച്ചിട്ടും അവൻ കേട്ടില്ല. ഹോങ് ആണെങ്കിൽ വീട്ടിൽ കയറി വന്ന് ഇവനോട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുവാണ്. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ എന്നോട് പറയേണ്ടതെന്ന് ചോദിച്ച്. അതിന് നമ്മളാരാ? ഇപ്പൊ തന്നെ അമ്മ എനിക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. ഇനിയെങ്കിലും അമ്മയുടെ കാര്യം നോക്കി ജീവിക്കാൻ നോക്ക്. ഇത് ഹോങ്ങിന് ഭയങ്കരമായിട്ട് ഹേർട്ടാവും. നിനക്ക് എന്നോട് എങ്ങനെ ഇത് പറയാൻ തോന്നി? എന്നെക്കുറിച്ച് അതിനാ നിനക്ക് എന്തറിയാം? എന്റെ മനസ്സിൽ എന്താണെന്ന് നിനക്കറിയോ? എനിക്കറിയാം അച്ഛൻ മരിക്കാൻ കാരണം ഞാനായതിന്റെ പേര് അമ്മ എന്നെ വെറുക്കുന്നുണ്ടെന്ന്. അച്ഛന് വേണ്ടിയാണ് എന്നെ ഇത്രയും കാലം സഹിച്ചതെന്നും എനിക്കറിയാം. അതെ, ഞാൻ നിന്നെ വെറുക്കുന്നുണ്ട്. നിന്റെ അച്ഛനെ പോലെ ഒരു വാശിക്കാരനായതുകൊണ്ട്, നിന്റെ അച്ഛനെ പോലെ എന്നെ ഉപേക്ഷിച്ച് പോകാൻ നോക്കിയതുകൊണ്ട്, അതുപോലെ അന്ന് നിങ്ങളെ രണ്ടുപേരെയും പോകാൻ അനുവദിച്ചതിന് ഞാൻ എന്നെയും വെറുക്കുന്നുണ്ട്. പക്ഷെ നിനക്കറിയോ ഇത്രയും കാലം എന്നെ പിടിച്ചു നിർത്തിയത് എന്താണെന്ന്? അന്ന് ആക്സിഡന്റ് പറ്റി ഹോസ്പിറ്റലിൽ കിടന്ന നീ കണ്ണു തുറന്ന് എന്നെ വിളിച്ചത് അമ്മ എന്ന. നീ അന്ന് എന്നെ ശരിക്കും രക്ഷിക്കുകയായിരുന്നു. നിന്റെ അമ്മ എന്നുള്ള വിളി എന്നെ താങ്ങി നിർത്തി. എന്നെ ജീവിക്കാൻ പ്രേരിപ്പിച്ചത് നീയാ. നീയും കൂടി ഇല്ലെങ്കിൽ പിന്നെ ഞാൻ എങ്ങനെ ജീവിക്കാനാ? അതുകൊണ്ട് നോക്കൂ ഹോസു, നിനക്ക് എന്തിനും ഞാനുണ്ട്. നീയും വിട്ടുകൊടുക്കാതെ പൊരുതണം. ഇതെല്ലാം കേട്ട് ഹോസുവിന് അവനെ അടക്കി നിർത്താൻ പോലും കഴിയുന്നില്ല.
കട്ടാകുമ്പോൾ ഗ്രാൻമയുടെ കാര്യം അറിഞ്ഞ് ഹോസ്പിറ്റലിലേക്ക് വന്നിരിക്കുവാണ് മീര. ഗ്രാൻമയ്ക്ക് കുഴപ്പമൊന്നുമില്ലാന്നും പറഞ്ഞ് കിം അവളെ സമാധാനിപ്പിക്കും. ജോലി ഉള്ളതല്ലേ, നീ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നതെന്ന് ചോദിക്കുന്ന കിമ്മിനോട് താൻ ജോലി ഉപേക്ഷിച്ച കാര്യം മീര ഇപ്പോൾ തുറന്നു പറയും. ഞാൻ അവിടെ അത്ര നല്ല രീതിയിലല്ലായിരുന്നു ഉണ്ടായിരുന്നത്. ഞാൻ അവിടെ ഒരുപാട് ബുദ്ധിമുട്ടി. അതുകൊണ്ടാണ് എനിക്ക് പകരം മീച്ച അങ്ങോട്ടേക്ക് ചെന്നത്. എന്നാൽ ഇതെല്ലാം അറിയുന്ന കിം പണ്ടത്തെ പോലെ അവളോട് ദേഷ്യപ്പെടുന്നില്ല. പകരം നീ ചെയ്തത് നന്നായി എന്ന് പറയും. ആ കമ്പനി മാത്രമല്ലല്ലോ ഉള്ളത്, വേറെ ഇല്ലെന്ന് പറയുന്ന കിമ്മിനോട് ഞാൻ അമ്മയെ ഡിസപ്പോയിന്റ് ചെയ്തതിൽ ക്ഷമിക്കെന്ന് പറയുവാണ് മീര. നോക്ക്, നീ എന്നെ ഒരിക്കലും ഡിസപ്പോയിന്റ് ചെയ്തിട്ടില്ല. പണ്ട് നിനക്ക് വയ്യാണ്ട് ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ ഞാൻ ഒരു കാര്യം മാത്രമേ പ്രാർത്ഥിച്ചിട്ടുള്ളൂ, നിന്റെ അസുഖങ്ങളെല്ലാം പെട്ടെന്ന് മാറണേന്ന്. ഇപ്പൊ നോക്ക്, ഞാൻ പ്രാർത്ഥിച്ചതുപോലെ തന്നെ ഒരു പ്രശ്നമില്ലാതെ നീ നിൽക്കുന്നത്. അതുകൊണ്ട് നീ ഒരിക്കലും എന്നെ ഡിസപ്പോയിന്റ് ചെയ്തിട്ടില്ല. ഞാൻ പ്രാർത്ഥിച്ച പോലെ തന്നെയാണ് നീ ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് എന്നെ കുറിച്ച് ആലോചിക്കാതെ നീ നിന്നെ കുറിച്ച് ആലോചിക്കുക. എനിക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്യുക. അമ്മ അവസാനം തന്നെ മനസ്സിലാക്കിയല്ലോ എന്ന സന്തോഷത്തിലാണ് മീര. അവിടെ നിന്ന് മീര നേരെ വരുന്നത് സേജിന്റെ അടുത്തേക്കാണ്. നീ എന്റെ കൂടെ എബ്രോഡിലോട്ട് വരുന്നുണ്ടോ എന്ന് കഴിഞ്ഞ പ്രാവശ്യം അവൻ ചോദിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അതിന് അവളുടെ മറുപടിക്കും കാത്താണ് അവൻ നിൽക്കുന്നത്. ഇപ്പൊ മീര പറയും, സത്യത്തിൽ നിങ്ങൾ എന്നോട് ചോദിച്ചത് എന്റെ ഒരു ഡ്രീം കം ട്രൂ ആ. പക്ഷേ എനിക്കിപ്പോൾ വരാൻ പറ്റില്ല. ഇപ്പോഴും എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് ഉറപ്പായിട്ടില്ല. ഇപ്പൊ തൽക്കാലം ഞാൻ നിങ്ങൾക്ക് പകരം ഈ ഫാം നോക്കി ഇവിടെ നിന്നോളാം. സേജൻ ഡിസപ്പോയിന്റഡ് ആകുന്നുണ്ടെങ്കിലും അവളുടെ ഡിസിഷനോട് എഗ്രി ചെയ്യും. ഇതേസമയം മീജി ആണെങ്കിൽ ഉള്ളത് ആ ലേഡിയുടെ കൂടെയാണ്. അവർക്ക് ആ റെസ്റ്റോറന്റ് പുതുക്കാനുള്ള മോഡലൊക്കെ സജസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവള്. ഇപ്പൊ അവിടെ ഉണ്ടായിരുന്ന ഒരു ലെറ്ററിൽ ഹോസുവിന്റെ പേര് കണ്ട് അവൾ ആകെ അപ്സെറ്റ് ആവുകയാണ്. കാര്യങ്ങളെല്ലാം ലേഡിക്കും അറിയാലോ. ലേഡി ഇപ്പൊ പറയും, നിനക്കൊരു ഭാരം ആകണ്ടെന്ന് വിചാരിച്ച അവൻ ഇങ്ങനെയെല്ലാം ചെയ്യുന്നത്. അതെനിക്ക് അറിയാമെന്ന് പറയുന്ന മീജിയോട്, എല്ലാം അറിഞ്ഞിട്ടും ബ്രേക്കപ്പ് ആവാൻ നീ സമ്മതിച്ചോ? പണ്ട് നീ ഇവിടെ വന്നപ്പോൾ നിന്റെ മേൽ ഉപ്പ് വാരി ഞാൻ എറിഞ്ഞിട്ടുണ്ട്. എന്നിട്ടും ഞാൻ തുറക്കുന്നത് വരെ നീ എന്റെ വാതിലിൽ മുട്ടിക്കൊണ്ടേയിരുന്നു. അങ്ങനെയൊന്നും പതറാത്ത നിനക്കിപ്പോൾ എന്താ പറ്റിയേ? കാരണം അവന്റെ ആ സിറ്റുവേഷൻ എനിക്കും ഉണ്ടായിട്ടുണ്ട്. അതിന്ന് ഞാൻ ഇപ്പോഴും പുറത്തേക്ക് വന്നിട്ടില്ല. എനിക്കിപ്പോഴും എന്റെ ബെഡ്റൂം പൂട്ടി കിടക്കാൻ എനിക്ക് പേടിയാ. ആ റൂമിൽ നിന്ന് പുറത്തേക്ക് വരാൻ എനിക്ക് സാധിച്ചില്ലെങ്കിലോ എന്നോർത്ത്. ഇങ്ങനെയുള്ള ഞാൻ ഹോസുവിനോട് എന്ത് പറയും? എന്ത് പറഞ്ഞ് അവനെ സമാധാനിപ്പിക്കും? ഇപ്പൊ ലേഡി പറയും, എന്തു പറയാൻ, നീ അവന്റെ കൂടെ ഉണ്ടാകണം. ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ അവന്റെ കൂടെ നിൽക്കുകയാ വേണ്ടേ? പണ്ട് നീ എന്റെ കൈ ഹോൾഡ് ചെയ്ത് എന്നോട് പറഞ്ഞിട്ടില്ലേ, ഭാവിയിൽ എന്താ സംഭവിക്കാന്നറിയില്ല, നമുക്ക് പ്രതീക്ഷ വേണമെന്നൊക്കെ. എന്ത് സംഭവിക്കുന്ന അറിയാതെയും നീ എന്റെ കൂടെ നിന്നില്ലേ? ലേഡിയുടെ വാക്കുകൾ കേൾക്കുമ്പോൾ മീജിക്ക് എന്തോ ഒരു ആശ്വാസമാവാണ്. കട്ടാകുമ്പോൾ ഹോസുവിനോട് ചെക്കപ്പിന്റെ ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞു കൊടുക്കുകയാണ് ഹോങ്. എന്ത് പോയാലും അത് മിസ് ചെയ്യരുതെന്നും ഹോങ് പറയും. നീ എന്തിനാ ഇതെല്ലാം ഒറ്റയ്ക്ക് സഹിക്കുന്നതെന്ന് ഹോങ് ചോദിക്കുമ്പോൾ, ഈ അവസ്ഥയിൽ വേറെ ആരെങ്കിലും എന്റെ കൂടെ ഉണ്ടായാൽ ഞാൻ അവരെ ബുദ്ധിമുട്ടിക്കുന്നത് പോലെയാകും. ഹോസ് ഇത് പറയുന്നത് കേൾക്കുമ്പോൾ ഹോങ് പറയും, നീ നിന്റെ അച്ഛനെ പോലെ തന്നെ ഇപ്പൊ സംസാരിക്കുന്നത്. പണ്ട് നിന്റെ അച്ഛനെ ഞാൻ മാരേജ് ചെയ്യുന്നതിന് മുന്നേ നിന്റെ അച്ഛൻ എന്നെ ഒരു തവണ ബ്രേക്കപ്പ് ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. എന്നെ വിവാഹം കഴിച്ചാൽ നീ ഒരുപാട് ബുദ്ധിമുട്ടു എന്നും പറഞ്ഞു. നിനക്കറിയോ അപ്പൊ ഞാൻ എന്താ പറഞ്ഞെന്ന്? എപ്പോഴും എല്ലാവർക്കും എല്ലാ കാര്യത്തിലും ജയിക്കാൻ പറ്റില്ല. ചിലപ്പോൾ ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകും. എന്നാൽ അതിലെല്ലാം പൊരുതി നമ്മളൊപ്പം നിൽക്കണം. ഇപ്പൊ ഹോസുവിന് അവസാനമായിട്ട് തന്റെ അച്ഛൻ തന്നോട് പറഞ്ഞ വാക്കുകൾ ഓർമ്മ വരും. ഹോസു, ചിലപ്പോഴൊക്കെ നമ്മുടെ ഒപ്പം ഉള്ളവരെ നഷ്ടപ്പെടുത്തേണ്ട ഒരു അവസരം നമുക്ക് വരും. പ്രണയം എന്ന് പറയുന്നത് നഷ്ടപ്പെടുന്നതിലോ നേടിയെടുക്കുന്നതിലോ അല്ല. അത് എന്ന് പറഞ്ഞു തുടങ്ങിയപ്പോഴാണ് ആ ആക്സിഡന്റ് പറ്റിയത്. ഇപ്പൊ അത് മുഴുവനായിട്ട് ഹോങ് ഇവന് പറഞ്ഞു കൊടുക്കും. അത് അവസാനം വരെ ഒരുമിച്ച് കൂടെ നിൽക്കുക എന്നുള്ളതില. 100 തവണയോ 1000 തവണയോ തോറ്റാലും ഒരുമിച്ച് ഒറ്റയ്ക്ക് നിൽക്കുക എന്നുള്ളതിലാണ് സ്നേഹം. ഹോസുവിന് മീജിയെ നഷ്ടപ്പെടുത്തിയതിൽ എന്തോ ഒരു കുറ്റബോധം ഇപ്പോൾ തോന്നും. ഇതേസമയം മീജി ആണെങ്കിൽ തന്റെ ട്രോമയിൽ നിന്ന് പുറത്തു കിടക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ലേഡി കൊടുത്ത ധൈര്യത്തിന്റെ പുറത്ത് അവൾ ഡോറ് പൂട്ടും. പണ്ട് റൂമിന് വെളിയിൽ വന്നതിന് ശേഷം അവൾ ഇതുവരെ ഡോറ് പൂട്ടി കിടന്നിട്ടില്ല. പക്ഷെ പെട്ടെന്ന് പണ്ടത്തെ കാര്യങ്ങളും മുത്തശ്ശിയുടെ കാര്യങ്ങളൊക്കെ അവളുടെ മനസ്സിലേക്ക് ഓടുവരികയാണ്. പെട്ടെന്ന് തന്നെ അവൾ ഡോറ് തുറന്ന് പുറത്തേക്ക് കിടക്കാൻ നോക്കുന്നതും അവിടേക്ക് ഓടിയെത്തിയ ഹോസു അവളെ ഹഗ് ചെയ്യാണ്. മീജി, നീ എന്നോട് ക്ഷമിക്കുക, നീ എന്റെ കൂടെ എപ്പോഴും ഉണ്ടാവണം. ഹോസുവിന്റെ വാക്കുകളായിട്ട് സന്തോഷമാവാണ് മീജിക്ക്. ഇവിടെ പണ്ട് തന്റെ മകളെ സ്നേഹിക്കാതിരുന്നതിന്റെ പേരിൽ മുത്തശ്ശിക്ക് ചെറുതായിട്ട് കുറ്റബോധം തോന്നി തുടങ്ങുവാണ്. കിംതെ സൂയോന്റെ ഡോറിന്റെ പുറത്ത് മീര അവക്ക് വേണ്ടി വെച്ച ആ പേപ്പർ വയ്ക്കും. മീര ഇന്ന് കമ്പനിയിൽ നിന്ന് റിസൈൻ ചെയ്തു പോയി, ഇത് നിനക്ക് വേണ്ടി അവൾ തന്നതാ. സൂയോൻ അത് പതിയെ എടുത്ത് വായിക്കും. നീ എന്റെ കൂടെ ഉണ്ടായിരുന്നില്ലെങ്കിലും നീ എപ്പോഴും എനിക്കൊരു പ്രചോദനമായിരുന്നു. അതുകൊണ്ട് എല്ലാം മറന്ന് നീ പുറത്തേക്ക് വരണം, എന്നെ പണ്ട് നീ സഹായിച്ചതുപോലെ. ഇപ്പൊ പുറത്ത് നിൽക്കുന്ന കിംതയ്ക്ക് ആ കാഴ്ച കണ്ട് വിശ്വസിക്കാൻ പറ്റില്ല. കൊല്ലങ്ങൾക്ക് ശേഷം ആ റൂമിന്റെ വാതിൽ തുറന്ന് അവന്റെ ചേച്ചി സൂയൻ പുറത്തേക്ക് വരും. താൻ തന്റെ കാര്യം മാത്രമേ നോക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ എന്നും ഇത്രയും സെൽഫിഷ് ആയിട്ട് താൻ ആക്ട് ചെയ്യാൻ പാടുണ്ടായിരുന്നില്ല എന്നും പറഞ്ഞ് ഹോസു അവളോട് ക്ഷമ ചോദിക്കും. ഈ ഒരു അവസരത്തിൽ നിനക്ക് എന്തൊക്കെ പ്രശ്നം വന്നാലും താൻ ഒപ്പം ഉണ്ടാകുമെന്നും പറഞ്ഞ് മീജി അവന്റെ ഒപ്പം നിൽക്കുവാണ്. അവൻ കൊടുക്കാനായിട്ട് മാറ്റിവെച്ച ആ ഒരു റിങ് അവൾക്കിപ്പോൾ കൊടുക്കും. മീരയാണെങ്കിൽ താൻ ഇനി സ്ട്രോബെറി ഫാമൊക്കെ നോക്കി വർക്ക് ചെയ്ത് ജീവിക്കാൻ തീരുമാനിച്ചു. ഈ ഫാമൊക്കെ നോക്കി നിൽക്കണമെങ്കിൽ എനിക്ക് ഇവിടെ അടുത്ത് എവിടെയെങ്കിലും സ്റ്റേ ചെയ്യണം. ഞാൻ നിങ്ങളുടെ ഈ വീട്ടിൽ നിന്നോട്ടെ എന്ന് മീര ചോദിക്കുമ്പോൾ, ഞാൻ എന്റെ ഫാം വരെ തന്നില്ലേ, ഇനിയിപ്പോൾ ഈ വീട് തരുന്നതിൽ എന്താ പ്രശ്നമെന്നും പറഞ്ഞാണ് അവൻ നിൽക്കുന്നത്. ലേഡി ആണെങ്കിൽ മീജി പറഞ്ഞു കൊടുത്ത മോഡൽ പ്രകാരം അവരുടെ ആ റെസ്റ്റോറന്റ് ചേഞ്ച് ചെയ്യാണ്. അതുപോലെ തന്റെ അസുഖം ചികിത്സിച്ച് ഭേദമാക്കാനും തീരുമാനിച്ചു. നിനക്ക് വേണമെങ്കിൽ എന്റെ കൂടെ ഇവിടെ നിന്നൂടെ, നിനക്ക് എന്റെ കൂടെ വർക്ക് ചെയ്യാം, എനിക്ക് പ്രായമാകുമ്പോൾ ഇവിടെ നിനക്കെടുത്തൂടെ. പക്ഷെ ഇതല്ലാതെ തന്നെ വേറെ എന്തോ ഒരു പ്ലാൻ മീജിക്ക് ഓൾറെഡി ഉണ്ട്. അവൾ പറയും, ആ പ്ലാൻ സക്സസ് ആയില്ലെങ്കിൽ ഞാൻ ഈ പ്ലാനിനെ കുറിച്ച് ചിന്തിക്കാമെന്ന്. ഇവിടെ ഓഫീസ് ജോബ് മാത്രം ചെയ്തിട്ടുള്ള മീരയ്ക്ക് ഫാമിംഗ് ഒന്നും സെറ്റ് ആവില്ല എന്നും പറഞ്ഞിരിക്കുവാണ് കിം. എന്നാൽ തനിക്ക് ഇതിൽ നല്ല വിശ്വാസം ഉണ്ടെന്ന് പറയുവാണ് മീര. അതുകൊണ്ട് തന്നെ മനസ്സില്ലാ മനസ്സോടെ ആണെങ്കിലും അതിൽ അവളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് കിം തീരുമാനിക്കും. മീജി ഇപ്പം നിൽക്കുന്ന സ്ഥലത്ത് നിന്നും സോളിലെ മറ്റൊരു സ്ഥലത്തേക്ക് മൂവ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അതിനുവേണ്ടി സാധനങ്ങളെല്ലാം പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഹോസു അവളെ ഹെൽപ്പ് ചെയ്യും. അങ്ങനെ അവർ അവിടെ നിന്ന് തിരിച്ചു വരുന്ന വഴി അപ്രതീക്ഷിതമായിട്ട് അവിടെ വെച്ച് കിം ഇവരെ കാണും. മീജിയെ കാണാൻ വേണ്ടി സോളിലേക്ക് വന്നതാണ് കിം. കാണുന്ന സീനാണെങ്കിൽ ഇവർ തമ്മിൽ കിസ് ചെയ്യുന്നത്.
ഇത് കണ്ട് ആകെ ഷോക്കായി നിങ്ങൾക്കിടയിൽ എന്താണെന്ന് ചോദിക്കുമ്പോൾ തങ്ങൾ റിലേഷൻഷിപ്പിലാണെന്നുള്ള കാര്യം മീജി തുറന്നു പറയും. പെട്ടെന്ന് തന്നെ ഹോസുവിന്റെ അവിടെ നിന്നും പറഞ്ഞയച്ച് മീജി വീട്ടിലോട്ട് കൊണ്ടുവന്ന് കിമ്മു പറയും, ഞാൻ ഹോങ്ങിന്റെ അടുത്ത് നിന്ന് അവന്റെ കേൾവി നഷ്ടപ്പെട്ട കാര്യം കേട്ടു. അതുകൊണ്ടാണോ അമ്മ ഹോസുവിന്റെ മുന്നിൽ വെച്ച് അങ്ങനെ കാണിച്ചേ? ഞങ്ങളുടെ റിലേഷൻഷിപ്പും അവന്റെ കണ്ടീഷനും തമ്മിൽ എന്താ ബന്ധം? നിനക്കറിയില്ല അല്ലേ അവന്റെ ഈ കണ്ടീഷനിൽ ഇത്രയും ലേറ്റ് ആയിട്ട് അവനെ ഇവിടെ വിളിച്ചു എടുത്ത് ഇങ്ങനെ ബുദ്ധിമുട്ടിക്കണോ? ഹോങ് എങ്ങാനും ഇത് അറിഞ്ഞ തല കറങ്ങി വീഴും. അസുഖമുള്ള ഒരാളുടെ കൂടെ നിൽക്കുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതിന് നിനക്ക് പറ്റില്ലെങ്കിൽ ഇവിടെ വെച്ച് നിർത്ത്. അവൻ നല്ലൊരു കുട്ടിയാ, ഭാവിയിൽ അവനെ വിഷമിപ്പിക്കരുത്. താൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ലെന്ന് മീജു പറയും. അമ്മ ഹോസുവിന്റെ കണ്ടീഷനെ ചൊല്ലി ഈ റിലേഷൻഷിപ്പ് വേണ്ടെന്ന് വെക്കാൻ പറഞ്ഞില്ലല്ലോ എന്നൊരു ആശ്വാസം ഉണ്ട് അവൾക്ക്. പിറ്റേന്ന് രാവിലെ മീജിക്ക് വീട് നോക്കാനായിട്ട് കിമ്മും ചെല്ലും. അവരോട് വില പേശി അവസാനം വില കുറച്ചൊരു വീട് അവർക്ക് കിട്ടും. എന്നാൽ അതിൽ മീജിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. കുറച്ചുകൂടെ സ്പേഷ്യസ് ആയിട്ടുള്ള സ്ഥലമായിരുന്നു അവൾ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ അതിനൊക്കെ ഭയങ്കര റേറ്റ് ആവും. ജോബ് പോലും സെറ്റ് ആവാതെ നീ അത് പോയി എടുത്താൽ നിനക്ക് ഭാവിയിൽ അത് ബുദ്ധിമുട്ടാകുമെന്നും പറഞ്ഞ് കുറച്ചുകൂടെ ഒരു ചെറിയ സ്പേസ് ആണ് കിമ്മു ബുക്ക് ചെയ്യുന്നത്. എന്നാൽ അതിന്റെ പൈസ മൊത്തം സ്വയം കയ്യിൽ നിന്ന് കൊടുത്ത് മീജിയുടെ പേരിൽ ആ ഒരു വീട് കിമ്മു വാങ്ങും. മീജിയും ഹാപ്പി. ഇവിടെ സോളിലേക്ക് വരുന്ന മീരെ അവിടെ വെച്ച് കിംതയെ കാണും. ഓഫീസിലെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്ന മീരയോട് ഗ്യോമിൻ ജോലി ഉപേക്ഷിച്ചു പോയ കാര്യവും ആകെ പ്രാന്ത് പിടിച്ച് നടക്കുന്ന ചോയുടെ കാര്യമൊക്കെ അവൻ പറയും. ഒപ്പം തന്റെ ചേച്ചി റൂമിന് പുറത്ത് വന്ന കാര്യവും. ഇവിടെ ഹോസു ആണെങ്കിൽ ഹോങ്ങിനെ കാണാൻ വേണ്ടി ഫ്ലവേഴ്സ് ഒക്കെ വാങ്ങി സ്കൂളിലേക്ക് വന്നിരിക്കുവാണ്. വളരെ സന്തോഷത്തിൽ എല്ലാവർക്കും തന്റെ മകനെ ഹോങ് പരിചയപ്പെടുത്തി കൊടുക്കും. ഫൈനലി ഹോങ് ഡിസേർവ് ചെയ്തൊരു സന്തോഷം അവർക്ക് കിട്ടി തുടങ്ങിയിരിക്കുന്നു. ഓരോന്ന് സംസാരിച്ചിരിക്കുന്നതിനിടയിൽ താനും മീജിയും റിലേഷൻഷിപ്പിലാണെന്നുള്ള കാര്യം ഹോസു ഇപ്പോൾ ഹോങ്ങിനോട് പറയുവാണ്. പക്ഷെ ഹോങ്ങിന് അതിൽ എതിർപ്പൊന്നുമില്ല. കാരണം മീജി ഹോങ്ങിനും ഇഷ്ടമാണ്. ഇവന് മീരയോടായിരിക്കും താല്പര്യം എന്നാണ് ഹോങ് വിചാരിച്ചിരുന്നത്. ആക്ച്വലി എനിക്ക് അല്ലെങ്കിൽ മീജിയോടെ കുറച്ച് ഇഷ്ടമെന്നൊക്കെ പറഞ്ഞ് ഹോങ് മാറ്റി പറയുന്നത് കാണുമ്പോൾ ഹോസ് ഒന്നും ചിരി അടക്കാൻ പറ്റുന്നില്ല. ഇവിടെ കിം ആണെങ്കിൽ സോള് കാണുന്നത് കുറെ കാലങ്ങൾക്ക് ശേഷമാണ്. അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് കിമ്മിനുണ്ട്. നിന്റെ പ്രായത്തിൽ എനിക്ക് ലോകം ചുറ്റി കാണാനായിരുന്നു ഇഷ്ടം. അതിനുവേണ്ടിയാണ് ഞാൻ നിന്റെ അച്ഛനെ കല്യാണം കഴിച്ചത്. നിന്റെ അച്ഛൻ പറഞ്ഞു അയാളുടെ കൂടെ ഫ്രാൻസിൽ പോയി എനിക്ക് ആർട്സ് പഠിക്കാൻ പറ്റുമെന്ന്. പക്ഷെ അയാൾ എന്നെ നല്ല അസലായിട്ട് പറ്റിച്ചു. അതിന്റെ ഇടയ്ക്ക് നിങ്ങൾ രണ്ടുകൂടെ ജനിക്കുന്നത്. എനിക്ക് ആർട്സ് പഠിക്കാൻ ഒരുപാട് ആഗ്രഹമായിരുന്നു. പക്ഷെ നിന്റെ മുത്തശ്ശി സമ്മതിച്ചില്ല. തന്റെ അമ്മയുടെ പറയാത്ത ഈ ഒരു ആഗ്രഹം കേട്ട് അമ്മയ്ക്ക് ഇനിയും അതൊക്കെ സാധിക്കില്ലേ? ഇനിയും അമ്മയ്ക്ക് പെയിന്റ് ചെയ്യാലോ? ഒട്ടും വൈകിട്ടില്ലല്ലോ എന്ന് ചോദിക്കുവാണ് മീജി. ഇതേസമയം മീര സോളിലേക്ക് വന്നത് അവളുടെ കേസിന്റെ കാര്യത്തിലാണ്. കോടതിയുടെ മുന്നിൽ വെച്ച് പാർക്ക് അവളോട് സംസാരിക്കാൻ വേണ്ടി വരുന്നുണ്ട്. ജോലി പോകുമെന്നുള്ള പേടിയിൽ അയാൾ ആദ്യമേ ക്വിറ്റ് ചെയ്തു. ഞാൻ ജോലി വരെ രാജിവെച്ചു, നിനക്ക് ഇനിയും മതിയായില്ലേ എന്ന് അയാൾ ചോദിക്കുമ്പോൾ അങ്ങോട്ടേക്ക് അവളുടെ വക്കീലായിട്ട് വരുന്നില്ലേ, നീ ചെയ്തതിന്റെ കോൺസിക്വൻസസ് നീ അനുഭവിക്കുന്നത്. നീ ചെയ്ത കാര്യങ്ങൾക്ക് കുറച്ചുകൂടെ ശിക്ഷ നിനക്ക് കിട്ടാനുണ്ട്. ഇത് കേട്ട് ദേഷ്യത്തിൽ പാർക്ക് അവിടെ നിന്ന് പോകും. തന്നെ ഹെൽപ്പ് ചെയ്യുന്നതിൽ മീര ലിയോട് താങ്ക്സ് പറയുവാണ്. താനായിട്ട് ഉണ്ടാക്കി വെച്ചത് സോൾവ് ചെയ്യേണ്ട ഉത്തരവാദിത്തം തനിക്കുണ്ടെന്ന് ലിയും പറയും. ഇതേസമയം എബ്രോളിലോട്ട് പോകാനായിട്ട് സേജൻ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ടായിരുന്നു. തന്നെ യാത്ര അയക്കാൻ ആരും വരില്ലെന്നറിഞ്ഞിട്ടും അവൻ വെറുതെ ചുറ്റും നോക്കുന്നുണ്ട്. എന്നാൽ അവൻ പോയി കഴിഞ്ഞിട്ടാണ് അങ്ങോട്ടേക്ക് അവനെ യാത്ര അയക്കാൻ വേണ്ടി മീര വരുന്നത്. അവൾ അവനെ വിളിച്ച് താൻ ഇവിടെ എത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോഴേക്കും ഓൾറെഡി ഒരുപാട് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. എന്നാൽ അതുപോലും നോക്കാതെ ഇവളെ കാണാനായിട്ട് അവൻ അവിടെ നിന്ന് ഓടി വരികയാണ്. ഇപ്പോഴും ലേറ്റ് ആയിട്ടില്ല, നിനക്ക് വേണമെങ്കിൽ എന്റെ കൂടെ വരാം, ഞാനൊരു ടിക്കറ്റ് കൂടെ എടുക്കാന്നൊക്കെ അവൻ പറയുന്നുണ്ട്. നമുക്കത് അടുത്ത പ്രാവശ്യം നോക്കാന്ന് അവൾ പറയും. ഉറപ്പായിട്ടും നീ ലെറ്റേഴ്സ് അയക്കണം. അതിപ്പോൾ ഫാമിന്റെ അപ്ഡേഷൻ ആണെങ്കിലോ ഈവൻ സ്പാം മെസ്സേജ് ആണെങ്കിലോ പോലും. ഇപ്പോൾ ഒന്ന് ഹഗ് ചെയ്യുന്നതിൽ പ്രശ്നമൊന്നുമില്ലല്ലോ. മീര അവനെ ഹഗ് ചെയ്യും. കൊറിയയിലോട്ട് വരുമ്പോൾ വീട്ടിലോട്ട് വരണമെന്ന് പറയും. ഇവിടെ ഹോസു ആണെങ്കിൽ ട്രീറ്റ്മെന്റിന് വേണ്ടി ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആയിരിക്കുവാണ്. അവന്റെ കൂടെ അവനെ ടേക്ക് കെയർ ആയിട്ട് മീജി ഉണ്ട്. അവിടെ വെച്ച് ഇവരെ രണ്ടുപേരും അങ്ങോട്ടേക്ക് വരുന്ന ഹോങ് കാണും. ഹോങ്ങിനെ കണ്ട് പരിഭ്രമിക്കുന്ന മീജിയോട് ഹോസു പറയും, നമ്മുടെ റിലേഷൻഷിപ്പിന്റെ കാര്യം അമ്മയ്ക്ക് അറിയാമെന്ന്. അവിടെ നിന്ന് ബൈ പറഞ്ഞു പോകുന്ന സമയം, എനിക്ക് ആക്ച്വലി നിന്നെ ഒരുപാട് ഇഷ്ടമാണ്. നീ എന്റെ മോനെ നന്നായിട്ട് നോക്കുമെന്ന് എനിക്കറിയാം. നിനക്കറിയോ അന്ന് സ്ട്രോബെറി ജാം ഉണ്ടാക്കുന്ന സമയമാണ് ഞാൻ നിന്നോട് ഒന്നുകൂടെ അടുത്തതെന്നൊക്കെ ഹോങ് പറയുമ്പോൾ സ്ട്രോബെറി ജാം ഹോങ്ങിന്റെ കൂടെ ഉണ്ടാക്കിയത് മീരയാണല്ലോ എന്ന് ഓർത്ത് ചിരിക്കുവാണ് മീജി. തിരിച്ചു പോകുന്ന സമയം മീജിക്ക് കിമ്മിന്റെ കോൾ വരും. ഗ്രാൻമയ്ക്ക് സീരിയസ് ആയിട്ട് എന്തോ പ്രശ്നമുണ്ട്. പേടിച്ചു പോകുന്ന അവൾ ഹോസ്പിറ്റലിലേക്ക് ഓടി വരും. ഗ്രാൻമയ്ക്ക് പെട്ടെന്ന് ഒരു ഹാർട്ട് അറ്റാക്ക് വന്നു. ഇനി നഴ്സിംഗ് ഹോമിൽ വെച്ചിട്ടും അവർക്ക് ഒന്നും ചെയ്യാനില്ല എന്ന് പറയുന്നത്. മുത്തശ്ശിക്ക് ഒരുപാട് പ്രായമായി, ഒരുപാട് വീക്കാണ്. ഇപ്പൊ വീട്ടിലോട്ട് പോകണമെന്നുള്ള ആഗ്രഹം മാത്രമേ ഉള്ളൂ. നമുക്ക് മുത്തശ്ശിയെ വീട്ടിലോട്ട് കൊണ്ടുപോകാം. മുത്തശ്ശിയുടെ ആ ആഗ്രഹമെങ്കിലും സാധിച്ചു കൊടുക്കാം. ഗ്രാൻമയെ കാണാനായിട്ട് ചെല്ലുന്ന മീജിയോടും ഗ്രാൻമ പറയുന്നത് തനിക്ക് വീട്ടിൽ പോകണമെന്നുള്ള ആഗ്രഹമാണ്, നമുക്ക് വീട്ടിൽ പോകാമെന്ന് മീജിയും പറയും. അങ്ങനെ അവർ മുത്തശ്ശിയും കൊണ്ട് വീട്ടിലോട്ട് വരും. മുത്തശ്ശിയുടെ ഇടവും വലുവായിട്ട് മീജിയും മീരയുണ്ട്. നിനക്ക് എന്റെ കൂടെ ഫാമിൽ വന്ന് വർക്ക് ചെയ്തുകൂടെ എന്ന് മീര ഇപ്പൊ മീജിയോട് ചോദിക്കും. ആക്ച്വലി തനിക്ക് വേറൊരു കാര്യമുണ്ടെന്ന് പറയുന്ന മീജിയോട് കാര്യം തിരക്കുമ്പോൾ അവൾ പറയും, താൻ കോളേജിൽ ചേരാൻ തീരുമാനിച്ചു എന്ന്. നീ CSID എക്സാം എഴുതാൻ വേണ്ടി ചേർന്നിടത്ത് അത് വേണോ ഒന്നുകൂടെ ചിന്തിക്കാൻ വേണ്ടിയിട്ട് മീര പറയുമ്പോൾ ഞാൻ നീയായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് എനിക്ക് അതിൽ ഇൻട്രസ്റ്റ് കണ്ടെത്താൻ സാധിച്ചു. ഓരോന്ന് ചെയ്യുമ്പോഴും കൂടുതലായിട്ട് അതിനെക്കുറിച്ച് അറിയണമെന്ന് തോന്നി. എനിക്ക് തോന്നുന്നു ഇത് തന്നെയായിരിക്കും എന്റെ വഴിയെന്ന്. ശരി, നന്നായിട്ട് പരിശ്രമിക്കാൻ വേണ്ടിയിട്ട് മീരയും പറയും. ഇതേ സമയം പതുക്കെ പതുക്കെ വായിക്കാൻ പഠിച്ചു തുടങ്ങിയിരിക്കുവാണ് ലേഡി. അങ്ങനെ കുറേശ്ശെ വാക്കുകളൊക്കെ പഠിച്ചു വരുമ്പോൾ ലേഡി ആദ്യം ചെയ്യുന്നത് റോസയുടെ കവിതകൾ അടങ്ങിയ നോട്ട്ബുക്ക് എടുത്ത് വായിക്കുക എന്നതാണ്. പണ്ട് റോസ വായിച്ചു കൊടുത്ത് കേട്ട പരിചയം മാത്രമേ ഈ ലേഡിക്ക് ഉണ്ടായിരുന്നുള്ളൂ. അത് ഇപ്പൊ സ്വയം വായിക്കാനായിട്ട് ലേഡിക്ക് കഴിയും. രാവിലെ മീജി എഴുന്നേൽക്കുമ്പോൾ അടുത്ത മുത്തശ്ശി ഉണ്ടായിരുന്നില്ല. നോക്കുമ്പോൾ മുത്തശ്ശി കാര്യമായിട്ട് എങ്ങോട്ടേക്ക് പോകാനായിട്ട് തയ്യാറെടുക്കുവാണ്. ചോദിക്കുമ്പോൾ പറയും, താൻ ഇത്രയും നാളെ ബെഡിൽ കിടക്കുമല്ലായിരുന്നു, എനിക്കിനി ഒരുപാട് സ്ഥലങ്ങൾ കാണാൻ വേണ്ടി പോകണം. നീ ഇന്നലെ മീരയോട് പഠിക്കാൻ പോകുന്ന കാര്യം പറഞ്ഞത് ഞാൻ കേട്ടു, ഇപ്പോൾ നന്നായിട്ട് പഠിക്കണം. ഇപ്പൊ മീജി മുത്തശ്ശിയുടെ കൈ പിടിച്ച് പറയും, എനിക്കറിയാം പോയാൽ മുത്തശ്ശി തിരിച്ചു വരില്ലെന്ന്. പോവല്ലേന്ന് പറയുന്ന മീജിയോട് ഞാൻ എപ്പോഴും നിന്റെ അടുത്തേക്ക് വരും. നിനക്ക് ബുദ്ധിമുട്ടുള്ള സമയങ്ങളിൽ ഒരു മേഘത്തെ പോലെ ഞാൻ നിന്റെ അടുത്തേക്ക് വരും. ചിലപ്പോൾ ഒരു പക്ഷിയായിട്ട് ഞാൻ നിന്റെ അടുത്തേക്ക് വരും. അപ്പോഴൊക്കെ നിനക്ക് എന്നെ തിരിച്ചറിയാൻ വേണ്ടി കഴിയും. ഞാൻ എപ്പോഴും നിന്റെ കൂടെ തന്നെ ഉണ്ടായിരിക്കും. നീ കോളേജിൽ ചേരുന്നത് കാണാനും
ജോബിന് പോയി തുടങ്ങുന്നത് കാണാനും. ഞാൻ ഇനി കരയില്ല, മുത്തശ്ശിക്ക് ആഗ്രഹമുള്ള സ്ഥലത്തേക്കൊക്കെ ഞാൻ പോകും. മുത്തശ്ശി എന്നെ വന്ന് കാണുമെന്നും പറഞ്ഞ് മീജിയും മുത്തശ്ശിയെ യാത്ര അയക്കും. സ്വപ്നത്തിൽ നിന്ന് കണ്ണു തുറക്കുന്ന മീജിയോട് അവളുടെ അമ്മ വന്ന് പറയും മുത്തശ്ശി നമ്മളെ വിട്ടു പോയെന്ന്. സ്വപ്നത്തിൽ വന്ന് മീജിയോട് യാത്ര പറഞ്ഞതായിരിക്കണം മുത്തശ്ശി. അങ്ങനെ അവിടെ വെച്ച് ബ്ലാക്ക് ഔട്ടായി. മീജി എൻട്രൻസ് എക്സാമിന് വേണ്ടി പഠിക്കാൻ വേണ്ടി തുടങ്ങി. ഫാമിലെ ജോലികളായിട്ട് തിരക്കിലാണ് മീരയും. സമയാസമയത്ത് എല്ലാ അപ്ഡേഷനും അവളെ സേജൻ അയക്കുന്നുണ്ട്. ഒരുപാട് പരാജയങ്ങൾക്കൊടുവിൽ അവസാനം മീജിക്ക് സെലക്ഷൻ കിട്ടുവാണ്. ഹോസു മറ്റൊരു ഫാമിലി ചാർജ് എടുക്കും. കൂടെ സൈൻ ലാംഗ്വേജ് അവൻ പഠിക്കുന്നുണ്ട്. മീജിക്ക് പുതിയ കോളേജിൽ ഫ്രണ്ട്സ് ആയിരിക്കുവാണ്. എന്നാൽ അവളുടെ സ്വഭാവം വെച്ച് അവൾ അടങ്ങി ഒതുങ്ങിയൊന്നും ഇരിക്കുന്നില്ല. റോസയുടെ പോയംസ് മറ്റുള്ളവർക്ക് വേണ്ടി ഇപ്പോൾ വായിച്ചു കൊടുക്കുന്നത് ലേഡിയാണ്. അതിനവരെ സപ്പോർട്ട് ചെയ്യാനായിട്ട് മീജിയും ഹോസും ഉണ്ട്. കൂടെ ലേഡിയുടെ കൂടെ പാർട്ട് ടൈം ജോബും മീജി ചെയ്യുന്നുണ്ട്. അതേപോലെ ജിയോനെ ഓർമ്മയില്ലേ, മീജിയുടെയും മീരയുടെയും പഴയ ഫ്രണ്ട്? അവൾക്കിപ്പോൾ പുതിയൊരു സ്ഥാപനത്തിൽ ജോലി ഇട്ടിരിക്കുവാണ്. സ്ട്രോബെറീസ് മെയിൻ ഫ്രൂട്ടായി വെച്ചൊരു ആഡ് അവർ ചെയ്യുന്നുണ്ട്. മീരയുടെ ഫാമിലെ സ്ട്രോബെറീസ് ആണ് അതിനവർ യൂസ് ചെയ്യുന്നത്. കുറച്ച് നാളുകൾക്ക് ശേഷം മീരയെ കണ്ട സന്തോഷത്തിലാണ് ജിയോ. സോളിലേക്ക് വന്ന മീരെ കുറെ സ്ട്രോബെറീസും കൊണ്ട് ഇപ്പൊ സുയോനെ കാണാൻ വേണ്ടി വരികയാണ്. അവളിപ്പോൾ ട്രോമയെന്നൊക്കെ വിട്ടുമാറി വർക്ക് ആരംഭിച്ചിരിക്കുവാണ്. ഒരിക്കൽ വന്ന് നിന്റെ ഫാം വിസിറ്റ് ചെയ്യാന്ന് അവൾ മീരയോട് പറയും. അങ്ങനെ ഫ്രീ ആയി സോൾ സിറ്റിയിലൂടെ നടക്കുമ്പോൾ ആളുകൾ എത്ര ബിസിയാണെന്ന് അവൾക്ക് തോന്നും. ഈ സമയം പെട്ടെന്ന് ഒരാൾ അവളെ വന്ന് വിളിക്കും. അത് എബ്രോഡിൽ നിന്ന് വന്ന സേജനായിരുന്നു. ദേ ഇപ്പൊ ഞാൻ നിന്നെ കണ്ടപ്പോൾ തിരിച്ചറിഞ്ഞില്ലേ എന്ന് പറഞ്ഞ സേജിനെ നോക്കി ചിരിക്കുന്ന മീരെ. മീജിക്കാണെങ്കിൽ ഇത് കഴിഞ്ഞ് PGയും ചെയ്യണമെന്നാണ് ആഗ്രഹം. ശേഷം ഒരു ജോബ് കിട്ടിയിട്ട് കല്യാണത്തിനെ കുറിച്ചൊക്കെ ചിന്തിക്കാനാണ് അവളുടെ പ്ലാൻ. എന്നാൽ അത്രയും കാലം ഹോസുവിന് കാത്തിരിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് അവളുടെ പേടി. എന്നാൽ വെയിറ്റ് ചെയ്യുന്നതിൽ ഹോസുവിന് ഒരു പ്രശ്നവും ഇല്ല. അങ്ങനെ ഫൈനലി എല്ലാവരും അവരവരുടെ വഴികൾ തിരിച്ചറിഞ്ഞു. ഈവൻ കിമ്മു വരെ പഴയ തന്റെ ആഗ്രഹങ്ങൾ പോലെ ചിത്രങ്ങൾ വരയ്ക്കാൻ തുടങ്ങി. ഇതുവരെ അറിയപ്പെടാത്ത ഒരാളായിരുന്ന മീജി അതിൽ നിന്ന് പുറത്തു വന്നു. സ്ട്രെസ് ലൈഫിൽ നിന്നൊക്കെ മാറി ഒരു പീസ്ഫുൾ ലൈഫ് മീരയ്ക്കും കിട്ടി. ഇങ്ങനെ ഒരു ഹാപ്പി എൻഡിങ്ങും കാണിച്ചാണ് ഈ ഡ്രാമ ഇവിടെ തീരുന്നത്. ഡ്രാമ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. വേറൊരു ഡ്രാമയായിട്ട് നമുക്ക് പിന്നെയും കാണാം.